വളരെ ജനറൽ വെർബൽ അബ്യൂസ് നടത്തുന്ന പലർക്കുമുള്ള മറുപടികൾ ഹണിയുടെ ഇതിനകത്തൊക്കെ ഉണ്ട്. അത് ആരെങ്കിലും പറയണമെന്ന് ഞാനടക്കമുള്ള സ്ത്രീകൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം തന്നെ അതിലൊരു സ്ത്രീ വിരുദ്ധത ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിൽ ഹണിയുടെ മറുപടി അതിനകത്ത് വേണം. ഈ പറയുന്ന വിമർശനം പറയുന്ന ആൾക്കാർ ആദ്യം ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് ചോദിക്കാം, വച്ച് കെട്ടിയിട്ടാണ് പലയിടത്തും പോകുന്നത്, പിന്നെ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരോട് മുഖമടച്ച് വെച്ച് കെട്ടിയാൽ എന്താണ് പ്രശ്നം? ഇനി ഞാൻ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അത് ആരെയാണ് ബാധിക്കുന്നത്? എന്നെ മാത്രം ബാധിച്ചാൽ പോരെ? ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നമാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ശരീരത്തിൽ ഞാൻ 100% പ്രൗഡായിട്ടുള്ള വ്യക്തിയാണ്. ഇനി എനിക്ക് വെച്ച് കെട്ടണം എന്ന് തോന്നിയാൽ വെച്ച് കെട്ടാനും എനിക്ക് അധികാരവും അവകാശമുണ്ട്. അത് എൻ്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നത്, വേറെ ആരുടെയും ശരീരത്തിലല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട വിഷയങ്ങളല്ല. ഇതൊക്കെ നമ്മൾ ഒന്ന് ഇരുന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തികേടുകളാണ്. ഇതെങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യാം എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കും പലപ്പോഴും. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത്? ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ചു കൂട്ടം ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ചിന്താഗതികളാണ്. ഇങ്ങനെ നിങ്ങൾ കെട്ടിയൊരുങ്ങി നടന്നാൽ നിങ്ങളെ തെറി വിളിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല. അവിടെ നിന്ന് ശക്തമായ നിയമമുണ്ട്. ഇനി ആ നിയമം ഡെഫിനറ്റ്ലി അതിൻ്റേതായിട്ടുള്ള ജോലികൾ ചെയ്യും. അപ്പം നിങ്ങൾ മാന്യമായിട്ട് പെരുമാറാൻ അതൊരു ബേസിക് എന്താ പറയുക ഒരു കാര്യമാണ്. നമ്മളൊരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അല്ലേ. അതിന് ചില നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതാണ്. നമ്മളൊരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണം, പ്രായമായ ആളുകളുടെ അടുത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം, പിന്നെ ഫാമിലിയിൽ നിന്നും നമ്മളെ സ്കൂളുകളിൽ നിന്നായാലും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു വിടുന്നതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു കാര്യത്തിൽ കുറച്ചും കൂടി നമ്മളൊന്നൊരു സീരിയസ്നെസ് കൊടുത്ത് തന്നെ മുമ്പോട്ട് പോകണം എന്ന് തോന്നുന്നു. അപ്പം എൻ്റെ ശരീരത്തിൽ ഞാൻ എന്ത് ചെയ്യാനും എനിക്ക് അവകാശമുണ്ട്. ഞാൻ വേറെ ഒരാളെയും ഉപദ്രവിക്കാൻ പോകാത്തിടത്തോളം കാലം എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം തന്നെയാണ്. അത്തരം ചോദ്യങ്ങൾക്ക് പോലും ചിരിച്ചുകൊണ്ട് ആണ് ഹണി പറയുന്നത്. ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ളൊരു ഉത്തമ ബോധ്യമാണ് ആ കോൺഫിഡൻസിന് കാരണം അല്ലേ? ശരിയോ തെറ്റോ എന്നുള്ളതല്ല. ഇപ്പം എനിക്ക് എൻ്റേതായ ശരികളുണ്ട്. അതിപ്പോൾ നിങ്ങൾക്കെല്ലാം ഓക്കെ ആവണം എന്നില്ല. എനിക്ക് അങ്ങനെ ജീവിക്കാനും പറ്റില്ലല്ലോ. എല്ലാവരെയും എല്ലാം ബോധ്യപ്പെടുത്തി എല്ലാവർക്കും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇത് എൻ്റെ ജീവിതമല്ലേ, എൻ്റെ ലൈഫല്ലേ. ഇതിലേക്ക് കൈയിട്ട് വരരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ വേറെ ഒരാളെ ഉപദ്രവിക്കാൻ പോകാത്തിടത്തോളം കാലം നിങ്ങൾക്ക് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉണ്ടാവണം ഇവിടെ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ ഒന്നും കഴിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരി തെറ്റ് എന്നുള്ള കാര്യത്തിലല്ല. ഞാൻ പലപ്പോഴും ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ സിനിമകൾ ചെയ്യുമ്പോൾ പല നെഗറ്റീവ് കഥാപാത്രങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ട്രിവാൻഡ്രം ലോഡ്ജ് പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ റിംഗ് മാസ്റ്റർ. അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഒരു പേടിയില്ലേ ആളുകൾ ഇതെങ്ങനെ എടുക്കും, ആ ഒരു ഇമേജ് എങ്ങനെ ഉണ്ടാവും, എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നിങ്ങൾക്ക് കൺസേൺ ഇല്ലേ എന്നൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം നമ്മളെപ്പോഴും നന്മ മരങ്ങളെയും നല്ല ആളുകളെയും മാത്രം റെപ്രസെൻ്റ് ചെയ്തേ കാണുന്നുള്ളൂ. അങ്ങനെ അല്ലാത്ത പലതരം വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് നമ്മളോടൊപ്പം ജീവിക്കുന്നത്. അപ്പം നമ്മളവരെല്ലാം എന്താ പറയുക, റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് സിനിമയിൽ കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരിക്കേണ്ടത് എന്ന് എനിക്കിപ്പോഴും ഞാൻ ചോദിക്കുന്നൊരു കാര്യമാണ്.